KSFE ചെയർമാൻ ശ്രീ പീലിപ്പോസ് തോമസ് കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ പീലിപ്പോസ് തോമസ്, സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുന്ന പദ്ധതികളെല്ലാം നടപ്പാക്കാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കിഫ്ബിയാണ്. കിഫ്ബി ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പോകുന്നത് താങ്കൾ ചെയർമാനായിരിക്കുന്ന KSFE ആണ്. പ്രവാസി ചിട്ടി ജൂണോടുകൂടി നടപ്പാക്കി തുടങ്ങാൻ സാധിക്കും. തീർച്ചയായിട്ടും കിഫ്ബിയിലൂടെ വിഭവസമാഹരണം നടത്തുക എന്നത് നമ്മുടെ പരമ്പരാഗത മാർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ മാർഗങ്ങൾ ഉപയോഗിക്കുക എന്നൊരു സമീപനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ കിഫ്ബി കഴിഞ്ഞ വർഷം തന്നെ കിഫ്ബിയിൽ ഏതാണ്ട് 1000 കോടി രൂപ നിക്ഷേപമായി ലഭിച്ചു. കിഫ്ബി അതിന് ബോണ്ടുകൾ കൊടുക്കുന്നു. ഇക്കൊല്ലം ഇപ്പോൾ കിഫ്ബി പ്രൊജക്റ്റുകളായിട്ട് ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന 25,000 കോടി രൂപയാണ്. അപ്പോൾ 25,000 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കാനുള്ള പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നായിട്ടാണ് ചിട്ടി എന്ന കേരളത്തിൻ്റെതായ ഒരു ഉൽപ്പന്നമാണ്. ആ സാമ്പത്തിക ഉൽപ്പന്നത്തിന് ഒരു വിശ്വാസ്യത ഉണ്ടാക്കി കൊടുത്തത് KSFE പോലെയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. 47 കൊല്ലമായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ചുരുക്കം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നായത്. തീർച്ചയായും. പക്ഷേ ആളുകൾക്കുള്ള സംശയം, ലക്ഷക്കണക്കിന് പ്രവാസികൾ കേരളത്തിന് പുറത്തുണ്ട്. അവർക്ക് എങ്ങനെ ചിട്ടിത്തുക അടയ്ക്കാം? അതിനുള്ള സമാഹരണ പദ്ധതികൾ എങ്ങനെയായിരുന്നു? അതിന് ചിട്ടിയിൽ ചേരുന്ന ആളുകൾക്ക് അവരുള്ള സ്ഥലത്ത് നിന്ന് തന്നെ പണം അടയ്ക്കാൻ വേണ്ടിയുള്ള ഇപ്പോൾ ധാരാളം സൗകര്യങ്ങളുണ്ട്. പേയ്മെൻറ്റ് ഗേറ്റ് വേ, അതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ഒരാപ്പിലൂടെ അവർ ഈ പണം അടയ്ക്കുന്നു. അത് KSFEയുടെ അക്കൗണ്ട് അനുസരിച്ച് അതാസമയം തന്നെ കിഫ്ബി ബോണ്ടായിട്ട് മാറുന്നു. ചിട്ടി അവർക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനുള്ള പണം ഈ കിഫ്ബി ബോണ്ടിൽ നിന്ന് തന്നെ പിൻവലിക്കാൻ KSFEക്ക് അനുവാദമുണ്ട്. അതിന് താമസമൊന്നും വരില്ല. അതിനൊട്ടും താമസം വരത്തില്ല. അതിന് ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ചില സംവിധാനങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു കാലതാമസം വരുന്നുണ്ട്. ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ അനുവാദം KSFEക്ക് ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് വിദേശത്തുള്ള ആളിന് ഏതെങ്കിലും ഈ ചിട്ടി പിടിക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി കൊടുക്കേണ്ടി വരും. അതിന് നാട്ടിലുള്ള ഭൂമി കൊടുക്കാം. അവരുടെ വീട്ടിൽ സ്വർണമുണ്ടെങ്കിൽ ആ സ്വർണം തന്നെ സെക്യൂരിറ്റിയായി സ്വീകരിക്കും. അങ്ങനെ കുറേ മാർഗ്ഗങ്ങൾ. ഇത് ഏതൊക്കെ ചെയ്യണം എന്നതിന് ഞങ്ങളിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ എത്ര തുക സമാഹരിക്കാമെന്നാണ് ഒരു പ്രതീക്ഷ? ഇത് ഇപ്പോഴത്തെ ഉദ്ദേശം 1,00,000 പേരെയെങ്കിലും ചിട്ടിയിൽ അംഗങ്ങളാക്കണം. ചിട്ടി ഇപ്പോൾ പരമ്പരാഗതമായി ചെയ്യുന്ന 40 മാസം, 50 മാസം, 100 മാസം ചിട്ടിയുടെ കാലാവധി കുറയ്ക്കണം. ഈ വിദേശത്തുള്ളവർക്ക് താല്പര്യം 24 മാസം അല്ലെങ്കിൽ 30 മാസമുള്ള ചിട്ടികൾ വേണമെന്നാണ് സർവേയിലുള്ളത്. ഞങ്ങൾ നടത്തിയ സർവേയിൽ ആദ്യ കൊല്ലം തന്നെ ഈ 1,00,000 പുതിയ വരിക്കാരെ കിട്ടും എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ള വിവരം. കാരണം ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യം, വിദേശത്ത് തന്നെ അനൗദ്യോഗികമായി മലയാളി എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ ചിട്ടിയുണ്ട്. ഔദ്യോഗികമല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ KSFE പോലൊരു സ്ഥാപനം ചിട്ടിയുമായി ഔദ്യോഗിക അംഗീകാരത്തോടു കൂടി ചെല്ലുന്നതിനെ അവർ വളരെ കൂടുതൽ സ്വാഗതം ചെയ്യുന്നു. കാരണം ഇതിന് വേറൊരു മെച്ചം കൂടെ ഉണ്ട്. ഇതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഹരി എടുക്കാനോ അല്ലെങ്കിൽ ഒരു സംഭാവന കൊടുക്കാനോ ഒന്നുമല്ല പറയുന്നത്. അവരുടെ സ്വന്തം പേരിൽ ചിട്ടിയിൽ ചേരാനേ പറയുന്നുള്ളൂ. ആ പണം വേറൊരു തരത്തിൽ കേരള വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ വിദേശ മലയാളി മുഴുവൻ ബാങ്കിൽ പണമിട്ടാൽ, കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റിൻ്റെ കണക്ക് ടീച്ചർക്ക് നന്നായിട്ടറിയാം. നമ്മുടെ ബാങ്ക് നിക്ഷേപത്തിൻ്റെ ഭൂരിപക്ഷം NRI ഈ നിക്ഷേപങ്ങളാണ്. ഈ നിക്ഷേപങ്ങളൊക്കെ വിനിയോഗിക്കപ്പെടുന്നത് കേരളത്തിന് പുറത്തുള്ള വ്യവസായ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും വായ്പാ ആവശ്യങ്ങൾക്കും വേണ്ടിയാണ്. കാരണം നമ്മുടെ CD റേഷ്യോ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ആ നിലയ്ക്ക് ആ CD റേഷ്യോയുമായി നോക്കുമ്പോൾ കേരളത്തിന് പുറത്തേക്കായി ഈ പണം പോകുന്നത്. KSFEയുടെ ചിട്ടിയിൽ അംഗത്വം എടുത്താൽ അങ്ങനെയല്ല. ചിട്ടിയിൽ അംഗത്വം എടുത്താൽ അത് ചേർന്നാൽ കേരളത്തിൽ തന്നെയാണ് ഈ പണം ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചാൽ കേരളത്തിന് ഗുണകരമാകുന്നെന്ന് പറയുന്നത് പോലെ കേരളത്തിന് മാത്രമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും.
കേരളത്തിലെ ബാങ്കിലിട്ടാൽ പോലും അതിൻ്റെ ഭൂരിപക്ഷം കേരളത്തിന് പുറത്തു പോകും. തീർച്ചയായും ഈ നിക്ഷേപ സമാഹരണവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഡോക്ടർ മേരി ജോർജ്, സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നതിന് ആളുകൾക്ക് ഭയമാണ്, മറ്റ് ബാങ്കുകളിൽ നിക്ഷേപിക്കുമ്പോൾ ആദായ നികുതി നൽകേണ്ടി വരുമോ എന്നുള്ള ആശങ്കകളെല്ലാം നിലനിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രവാസി സമൂഹത്തിൽ. ആ ഒരു കാര്യം കൂടി പരിഗണിക്കുകയാണെങ്കിൽ പ്രവാസി സമൂഹം ഈ പ്രവാസി ചിട്ടി രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനുള്ളൊരു സാധ്യതയില്ലേ? അക്കാര്യത്തിൽ ഇവിടെ ബോണ്ടിലാണ് നിക്ഷേപിക്കുന്നത്. ബോണ്ടിൽ നിന്ന് വരുന്ന വരുമാനം തീർച്ചയായിട്ടും അത് വൈറ്റ് ആകാൻ തന്നെയാണ് സാധ്യത. നികുതി വെട്ടിക്കാനുള്ള സാധ്യത ഇതിനകത്ത് തീരെ കുറവാണ്. അതുകൊണ്ട് സത്യസന്ധമായ രീതിയിൽ നിക്ഷേപിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല ഹബ്ബാണ്. കാരണം ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അത് ബാങ്ക് റേറ്റിനേക്കാൾ ഉയർന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ലഭിക്കുന്നത്. അത് കൃത്യമായി കിട്ടുകയും ചെയ്യും. പിന്നെ പ്രിൻസിപ്പൽ സമം തിരിച്ചു കിട്ടും. അപ്പോൾ ആ ഒരു ഗ്യാരണ്ടി ഉണ്ട്. അതോടൊപ്പം തന്നെ അവർ നോക്കുമ്പോൾ കൃത്യമായിട്ട് ഇത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ്, ഞങ്ങളുടെ ഡ്യൂ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് അഭിമാനത്തോടെ അവർക്ക് പറയാനുള്ള ഒരു സാഹചര്യവും ഇതിനകത്ത് ഒരുങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഒരു നല്ല സിറ്റിസൺ എപ്പോഴും ഇത്തരം ആക്ടിവിറ്റീസിന് സഹായകമായിട്ട്. മാത്രമല്ല, ഈ ചിട്ടി നിക്ഷേപിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പണം നഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രത്യേകത ഈ കാര്യത്തിലുണ്ട്. അതാണ് ഇവിടെ ചെയർമാൻ പറഞ്ഞതുപോലെ അവരൊരു സംഭാവനയായിട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള പണത്തിൻ്റെ കേന്ദ്രമായിട്ടോ അതിനെ ഉപയോഗപ്പെടുത്തുന്നില്ല. അവർ നിക്ഷേപിക്കുന്ന പണം അവർക്ക് തന്നെ തിരിച്ചു കിട്ടുകയാണ്. ആ പണത്തിൻ്റെ ഒരു വിഹിതമാണ് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എനിക്ക് KSEB ചെയർമാനോട് പറയാനുള്ള ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്, അത്തരത്തിൽ വരുന്ന പണം കേരളത്തിൻ്റെ ചെറുകിട വ്യവസായ സംരംഭകർക്ക് അല്പം വായ്പയായി കൊടുക്കാൻ കഴിയുന്ന ഒരു പദ്ധതി കൂടെ രൂപകൽപ്പന ചെയ്യാൻ ഗവൺമെൻറ് സഹായത്തോടു കൂടി KSEB തയ്യാറാവണം എന്ന ഒരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. കാരണം ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക ക്രൈസിസ് നല്ല നിലയിൽ വരുമ്പോൾ വായ്പ കിട്ടാനുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ്. ഈ വായ്പ കിട്ടാൻ ചെറുകിട കച്ചവടക്കാർ, ചെറുകിട വ്യവസായികൾക്ക് അതാണ് പ്രശ്നം. വായ്പ കൊടുക്കാൻ KSEB കൈവശം ഇപ്പോഴാവശ്യത്തിന് പണമുണ്ട്. അത് ഈ പ്രവാസി ചിട്ടിയിൽ നിന്നുള്ള വരുമാനം ഇല്ലാതെ തന്നെ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. പ്രവാസി ചിട്ടിയുടെ വരുമാനം പൂർണ്ണമായി വിനിയോഗിക്കാൻ ഗവൺമെൻറ് 2 പ്രൊജക്റ്റുകളാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന്, നമ്മുടെ മലയോരങ്ങളെ ബന്ധിച്ച് ഒരു വലിയ ഹൈവേ, തീരദേശത്തെ ബന്ധപ്പെടുത്തി ഒരു ഹൈവേ. ഈ 2 ഹൈവേക്കും കൂടി 10,000 കോടി രൂപയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നു. ഒരു കൊല്ലം കൊണ്ടല്ല, 4-5 കൊല്ലം കൊണ്ട് ഹൈവേ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക്. അതിനുള്ള പണം പൂർണ്ണമായി ഈ പ്രവാസി ചിട്ടിയിലൂടെ ഉപയോഗിക്കും. അപ്പോൾ ഈ വിദേശ മലയാളി ചിട്ടിയിൽ ചേർന്ന് അയാൾക്ക് കൃത്യമായി പണം കിട്ടുകയും അയാളുടെ ചിട്ടിയിലെ നിക്ഷേപം കേരളത്തിൽ 2 വലിയ ഹൈവേകൾ ഉണ്ടാകുന്നതിന് പ്രയോജനപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ ഭാവി പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാം. താങ്കളേക്ക് തിരിച്ചറിയാം. ശ്രീ EM നജീബ്, ഈ ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട മുഖമുദ്ര എന്ന് പറയുന്നത് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചതും ആരോഗ്യ മേഖലയ്ക്കുള്ള കൂടുതൽ നീക്കിയിരിപ്പുമാണ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ ബജറ്റിനെ ഒറ്റ നോട്ടത്തിൽ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? സ്വാഗതാർഹമാണോ ഈ ബജറ്റ്? തീർച്ചയായും ഈ ബഡ്ജറ്റ് സ്വാഗതാർഹമാണ്. ആരോഗ്യ മേഖലയ്ക്ക് വലിയ ഊന്നൽ നൽകിയിട്ടുള്ളൊരു ബഡ്ജറ്റാണിത്. വിവിധ പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്. കാരുണ്യ തന്നെ 350 കോടി, അതോടൊപ്പം തന്നെ 1000 കോടി രൂപയുടെ ചികിത്സാ പദ്ധതികൾ, സൗജന്യ ചികിത്സാ പദ്ധതികളാണ് ഈ മേഖലയിൽ പറയുന്നത്. ആർദ്രം ഒരു മിഷൻ കൊണ്ടുവന്നിട്ട് അതിൻ്റെ കീഴിൽ വിവിധങ്ങളായ പദ്ധതികൾ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യ മേഖല വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു മേഖലയാണ്. ഗവൺമെൻറ് എല്ലാ കാലവും ഒരു പ്രയോറിറ്റി നൽകുന്ന മേഖലയാണ് ആരോഗ്യ മേഖല. പ്രാഥമിക ആരോഗ്യ മേഖലയ്ക്ക് കൂടി പ്രാധാന്യം നൽകും. പ്രാഥമിക ആരോഗ്യ മേഖലയ്ക്ക് നിരവധി കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുണ്ട്. പ്രാഥമിക ആരോഗ്യ മേഖല സ്വകാര്യ മേഖല നോക്കുന്ന ഒരു മേഖല അല്ല. ഗവൺമെൻറ് തന്നെ കാലാകാലങ്ങളിൽ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ്. തീർച്ചയായിട്ടും അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഗവൺമെൻറ് ഇപ്പോൾ ടൂറിസം പോലെ സ്വകാര്യ മേഖലയുമായി യോജിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിൽ നടത്താൻ തയ്യാറാകണം. അതിനുള്ള ഒരു പോളിസി ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഇതുവരെ വന്നിട്ടില്ല. അതിനൊരു വൈക്ലഭ്യം എപ്പോഴും ഗവൺമെൻറ് ഭാഗത്ത് UDF ഗവൺമെൻറ് ആണെങ്കിലും LDF ഗവൺമെൻറ് ആണെങ്കിലും കണ്ടുവരുന്നുണ്ട്. എന്താണ് അതിന് കാരണം അറിയത്തില്ല. പക്ഷേ സ്വകാര്യ മേഖലയുടെ പ്രാഗൽഭ്യം ആരോഗ്യ മേഖലയിൽ, പ്രത്യേകിച്ച് പ്രാഥമിക ആരോഗ്യ മേഖലയിൽ പ്രയോജനപ്പെടുത്താൻ തയ്യാറായാൽ വലിയ കുതിച്ചുചാട്ടത്തിന് അത് സഹായകരമാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാനത് പോസിറ്റീവായിട്ട് പറയും. ഒരു ഇടവേള കൂടി.